ഹലോ, സൈലം ബി എസ് സിയുടെ മറ്റൊരു HSA മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന LP-UP എക്സാമുകളും LDC എക്സാമുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 2 എക്സാമുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ HSA എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവൂ എന്ന് ദൃഢനിശ്ചയം എടുത്തിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് സമയമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29-ാം തീയതി മുതൽ സൈലം ബി എസ് സിയിൽ HSA മാത്സിൻ്റെ ഒരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവസാനത്തെ HSA എക്സാം ആയിരിക്കാം ഇപ്രാവശ്യത്തേത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വെറും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നതിന് പുറമെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള പണികളാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. LP-UP എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തിയ സമയത്ത് ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ HSA എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടത്. +1 +2 ഡിഗ്രി ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സിലബസിൽ എന്തായിട്ടുള്ളത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡിഫിക്കൽറ്റി ലെവലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരുന്നതെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. വെറും ഒരു തിയറി ഭാഗങ്ങൾ മാത്രം പഠിക്കുക എന്നതിന് പുറമെ തിയറിയേക്കാൾ കൂടുതൽ പ്രോബ്ലം പാർട്സിന് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ കാര്യം ആദ്യമേ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറയുന്നത് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് എത്ര കൂടുതൽ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ഉയരത്തിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം. അപ്പോൾ ആ കാര്യം ആദ്യമേ മനസ്സിലാക്കി വെക്കാം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ HSA മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ പോർഷൻ ആയിട്ടുള്ള സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയറിൽ HSAക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നിവിടെ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ HSA മാത്തമാറ്റിക്സിൻ്റെ എക്സാം മലയാളം മീഡിയത്തിലാണ് ഉണ്ടാവുക, ഇംഗ്ലീഷ് മീഡിയത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ +1 +2 പഠിച്ചിട്ടുള്ള എല്ലാ മാത്തമാറ്റിക്സ് കണ്ടന്റിൻ്റെയും മലയാളം ടേമുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് +1 +2 ക്ലാസ്സുകളിലുള്ള മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിയുടെയൊക്കെ മലയാളീകരിച്ച ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് തിയറി എന്ന് പറയുന്ന ഭാഗം മനസ്സിലാക്കണമെങ്കിൽ അറിയേണ്ട കുറച്ച് മലയാളം ടേമുകളുണ്ട്. ആ ടേമുകൾ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെറ്റിൻ്റെ മലയാളം ടേം വരുന്നത് ഗണം എന്നാണ് കേട്ടോ, ഗണം. ഓക്കെ, ഗണം 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. സെറ്റിന് 2 റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമുമാണ്. അതിൽ റോസ്റ്റർ ഫോമിനെ നമ്മൾ പട്ടിക രീതി എന്നാണ് വിളിക്കുക. സെറ്റ് ബിൽഡർ ഫോമിനെ നമ്മൾ നിബന്ധന രീതി എന്നാണ് വിളിക്കുന്നത്. എംടി സെറ്റിനെ ശൂന്യഗണം എന്ന് വിളിക്കും. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റാണ്, അതിനെ നമ്മൾ ഏകാംഗ ഗണം എന്നാണ് വിളിക്കുക. ഈക്വൽ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുക തുല്യഗണം. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള എലമെന്റുകളാണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും, മലയാളം പരിമിത ഗണം. ഇൻഫൈനൈറ്റ് സെറ്റിന്റെ മലയാളം അനന്തഗണം എന്നാണ് ഉപയോഗിക്കുന്നത്. സബ്സെറ്റുകളെ നമ്മൾ ഉപഗണങ്ങൾ എന്നാ വിളിക്കുക. സൂപ്പർ സെറ്റിനെ അതിഗണം എന്നാ വിളിക്കുക. സബ്സെറ്റ് ഉപഗണം, സൂപ്പർ സെറ്റ് അതിഗണം. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നറിയാലോ, ഒരു സെറ്റിന്റെ ആ സെറ്റ് അല്ലാത്ത സബ്സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വേർഡ് സംഗതോപഗണം എന്നാട്ടോ. പവർ സെറ്റിന് നമ്മൾ ഉപഗണ ഗണം, ഉപഗണങ്ങളുടെ ഗണം, അതാണ് ഉപഗണ ഗണം പവർ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സമസ്ത ഗണം. ഇന്റർസെക്ഷന് മലയാളത്തിൽ പറയുന്ന പേര് സംഗമം എന്നാണ്. യൂണിയന് മലയാളത്തിൽ പറയുന്ന പേര് യോഗം എന്നാണ്. അതുപോലെ തന്നെ കോംപ്ലിമെന്റിന് മലയാളത്തിൽ പറയുന്ന പേര് പൂരക ഗണം എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇത് സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലയാളം ടേമുകളാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പോവാണേ. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏകാംഗ ഗണം ഏതാണ്? ഇത് 2016 HSA മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. താഴെ 4 സെറ്റുകൾ 4 ഗണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകാംഗ ഗണം ആരാണെന്ന് കണ്ടെത്തണം.
എന്താ ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ? ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സിംഗിൾട്ടൺ സെറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകാംഗ ഗണം. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സെറ്റിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഏകാംഗ അംഗഗണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ ഒരു അംഗം മാത്രമുള്ള ഗണം, ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകാംഗ ഗണം. അത് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, എ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം. എ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്ന സെറ്റ് ഏതാ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മോഡ് എക്സ് എന്ന് പറയുന്നത് 10 ആകണം, എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു സെറ്റ് ആകണം. സെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻഡിജേഴ്സ്, പൂർണ്ണ സംഖ്യകൾ എന്നാണ് മലയാളത്തിൽ പറയാ. അപ്പൊ മോഡ് എക്സ് 10 ആവുകയും വേണം, എക്സ് ഒരു ഇൻഡിജർ ആവുകയും വേണം. അപ്പൊ ആലോചിക്കടാ, ഏതൊക്കെ ഇൻഡിജറിന്റെ മോഡുലസ് ആണ് 10 ആവുക? മോഡ് 10 എടുത്താൽ 10 കിട്ടുന്നത്, മോഡ് -10 എടുത്താലും എന്താ കിട്ടുന്നത്? 10 കിട്ടുന്നത്. അപ്പോ ഏതൊക്കെ ഇൻഡിജറുകളുടെ മോഡുലസ് ആണ് 10 ആവുക? 10ന്റെയും മോഡുലസ് 10, -10ന്റെയും മോഡുലസ് 10. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റില് ഗണത്തിൽ 2 അംഗങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു ഏകാംഗ ഗണം, സിംഗിൾട്ടൺ സെറ്റ് അല്ല. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ റോങ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാ? സെറ്റ് ബി ആ. സെറ്റ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മോഡ് എക്സ് എന്ന് പറയുന്നത് 20 ആകണം, എക്സ് ബിലോങ്സ് ടു എൻ ആകണം. എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് നാച്ചുറൽ നമ്പർ ആകണം, എണ്ണൽ സംഖ്യ ആകണം. അപ്പൊ എക്സ് ഒരു എണ്ണൽ സംഖ്യ ആവുകയും വേണം, എക്സിന്റെ മോഡുലസ് 20 ആവുകയും വേണം. അപ്പൊ ഏതൊക്കെ എണ്ണൽ സംഖ്യകളുടെ മോഡുലസ് ആണ് 20 ആകുന്നത്? മോഡ് 20 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. മോഡ് -20ഉം 20 തന്നെയാണ്. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന ആളുകൾ ആരൊക്കെയാ? 20 വരും, പക്ഷെ -20 വരുമോ? മോഡ് -20 എടുത്താൽ 20 തന്നെയാണ്, പക്ഷെ -20 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പറിൽ പെടുന്നതല്ല. അപ്പൊ ഇവിടെ വരുന്ന ആളെന്ന് പറയുന്നത് ആര് മാത്ര? 20 മാത്ര. അപ്പൊ ബി എന്ന് പറയുന്ന ഗണത്തില്, സെറ്റില് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതൊരു ഏകാംഗ ഗണമാണ്, സിംഗിൾട്ടൺ സെറ്റാ. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി പിന്നെ ബാക്കിയുള്ളതിലേക്ക് നോക്കണ്ട. സി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഏത് എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആണ് 5 കിട്ടുക? ഒരു എണ്ണൽ സംഖ്യയുടെ സ്ക്വയറും 5 കിട്ടൂല. ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എടുത്താലും 5 കിട്ടൂല. അതുകൊണ്ട് അതിൽ അംഗങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എം ടി സെറ്റ് ആണ്, ശൂന്യഗണം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അയാളുമല്ല, ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷനും അല്ല. ഇതേപോലെ ഏത് ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ഏകാംഗ ഗണത്തിൽ പെടുന്നത്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടാകും? ഉപഗണം എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻ ഓഫ് എ ഒരു സെറ്റില് n അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ ആ സെറ്റിന്റെ ഉപഗണത്തിലുള്ള അംഗങ്ങൾ, അല്ലെങ്കിൽ ആ സെറ്റിന് എത്ര ഉപഗണങ്ങൾ ഉണ്ടാവുക? ഒരു സെറ്റിന് n എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ സെറ്റിന്റെ സബ്സെറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 2n ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തടാ, 1 2 3. എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെന്റുകൾ ഉണ്ട്. അപ്പൊ എക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? 2⁵, 2 ക്യൂബ്, 8 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ആരൊക്കെയാ? എം ടി സെറ്റ് ഒരു സെറ്റാ, സെറ്റ് 1 സബ്സെറ്റാ, സെറ്റ് 2 അടുത്ത സബ്സെറ്റാ, സെറ്റ് 3 അടുത്ത സബ്സെറ്റ് ഉപഗണമാണ്. പിന്നെ 2 എണ്ണം വരുന്നത് സെറ്റ് 1 2 ഉണ്ടായിരിക്കും, സെറ്റ് 1 3 ഉണ്ടായിരിക്കും, സെറ്റ് 2 3 ഉണ്ടായിരിക്കും. പിന്നെ അവസാനം 3 എണ്ണം വരുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 വരുന്നുണ്ട്. ഇത്രയും 8 എണ്ണം ആയില്ലേ? 8 എണ്ണം ആയിട്ടുണ്ടല്ലോ. റെഡി അല്ലേ? അപ്പോ എ എന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്ന ഒരു ഗണം എടുക്കുകയാണെങ്കിൽ ആ ഗണത്തിന്റെ ഉപഗണങ്ങൾ 8 എണ്ണം ഉണ്ടായിരിക്കടാ. ആ 8 ഉപഗണങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ n എലമെന്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉപഗണത്തിലെ എണ്ണം എന്ന് പറയുന്നത് 2n ആണ്. ഒരു സെറ്റിന്റെ ഉപഗണങ്ങളിൽ പല ടൈപ്പിലുള്ള ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും. 0 അംഗങ്ങളുള്ള ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സെറ്റില് 0 അംഗങ്ങളുള്ള ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും. അത് എത്ര എണ്ണം ഉണ്ടാവുക? 1 ഉണ്ടാവുള്ളൂ. എം ടി സെറ്റിന് മാത്രമേ 0 അംഗങ്ങൾ ഉണ്ടാവുള്ളൂ. ഒരു ഗണത്തില് ഒരു അംഗമുള്ള ഉപഗണം ഉണ്ടായിരിക്കും. എത്ര എണ്ണാടാ? ഒരംഗം മാത്രമുള്ള ഉപഗണം എത്ര എണ്ണായിരിക്കും ഉണ്ടാവുക? ഒരംഗം മാത്രമുള്ള ഉപഗണം എന്ന് പറഞ്ഞാൽ 1 2 3. അത് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. n അംഗങ്ങളാണ് ഒരു ഗണത്തിലുള്ളെങ്കിൽ ആ ഗണത്തിൽ ഒരംഗം മാത്രമുള്ള ഉപഗണം എന്ന് പറയുന്നത് NC1 ആണ്. ഒരു ഗണത്തിൽ n അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗണത്തിൽ 2 അംഗങ്ങളുള്ള ഉപഗണങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ NC2 ആണ്. ഒരു ഗണത്തിൽ
n അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗണത്തിൽ 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ എത്ര ഉപഗണങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NC3 ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ. ഇനി ചോദ്യത്തിലേക്ക് വരാം. 10 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും? അതാണ് ചോദ്യം. ഓക്കെ, ഒന്നും കൂടെ പറയാം. ചോദ്യം പറഞ്ഞത് 10 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും? ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ എഴുതാടാ? നമ്മൾ നേരത്തെ പറഞ്ഞു n അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ ഒരു അംഗം മാത്രമുള്ള ഉപഗണം NC1, 2 അംഗം മാത്രമുള്ള ഉപഗണം NC2, 3 അംഗം മാത്രമുള്ള ഉപഗണം NC3. അപ്പൊ 10 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും? 10C8 ആണ്. ഓക്കെ, ഈ 10C8 എങ്ങനെ കണ്ടെത്തുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോമ്പിനേഷന്റെ പ്രോപ്പർട്ടിയാ NCR ഈക്വൽ ടു NCn-R എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് 10C8 എന്ന് പറഞ്ഞാലും 10C10-8 2 എന്ന് പറഞ്ഞാലും സെയിമാ. 5C3 എന്ന് പറഞ്ഞാലും 5C5-3 2 എന്ന് പറഞ്ഞാലും സെയിമാ. 7C3 എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ 7C4 എന്ന് പറഞ്ഞാലും 7C4-7 അല്ലെങ്കിൽ 7-4 3 എന്ന് പറഞ്ഞാലും സെയിമാ. ഇത് കോമ്പിനേഷന്റെ പ്രത്യേകതയാണ്. അപ്പൊ 10C8 കാണണമെങ്കിൽ എന്ത് കണ്ടാ മതിയടാ? 10C10-8 10C2 കണ്ടാ മതി. എങ്ങനെയാ 10C2 കാണുക? കോമ്പിനേഷൻ കാണാനുള്ള ടെക്നിക്ക് എന്താ? മുകളിൽ 10, താഴെ 2 നമ്പറാ. അപ്പൊ 10ന്റെ റൈറ്റിലേക്ക് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, 10 × 9. ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 1 × 2 ചെയ്യുക അല്ലേ? 2ൽ ഒരു 2 ആണ്, 10ൽ എത്ര 2 ആ? 5 2 ആണ്. 5 × 9 ആൻസർ എത്രയാണ് കിട്ടുന്നത്? 45 ആ കിട്ടുന്നത്. therefore 45 ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലടാ. എന്നാ ഇതേ മോഡലിലുള്ള ഒരു ചോദ്യം തരാം, ഒന്ന് ചെയ്തു നോക്കുക. 5 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും? സിമ്പിളാ. 5 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 3 അംഗങ്ങളുള്ള ഉപഗണങ്ങളുടെ എണ്ണം 5C3 ആണ്. 5C3 എങ്ങനെ ചെയ്യുക? 5C3 എന്ന് പറഞ്ഞാലും 5C5-3 2 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അത് ചെയ്യാൻ 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 ചെയ്താൽ മതി. 2ൽ ഒരു 2 ആണ്, 4ൽ എത്രയാ? 2 2 ആ. അപ്പൊ 5 × 2 10 കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് 2021 HSA മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷന് കണ്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ചോദ്യം നോക്കാം. n of A ഈക്വൽ ടു 4 ആണ്, n of B ഈക്വൽ ടു 7 ആണെങ്കിൽ n of A യൂണിയൻ B യുടെ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും എത്രയാണ്? അതായത് A എന്ന് പറയുന്ന ഗണത്തിൽ 4 അംഗങ്ങളുണ്ട്. എക്സാമ്പിൾ ആയിട്ട് 1 2 3 4 എടുക്കാം. ബി എന്ന് പറയുന്ന ഗണത്തിൽ 7 അംഗങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്. എക്സാമ്പിൾ ആയിട്ട് ABCDEFG എന്ന് എടുക്കാം. 7 അംഗങ്ങളുണ്ട്. എണ്ണയിലടാ, എണ്ണുണ്ട്. എ എന്ന് പറയുന്ന ഗണത്തിൽ 4 അംഗങ്ങളും ബി എന്ന് പറയുന്ന ഗണത്തിൽ 7 അംഗങ്ങളും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചത് എത്രയാണ്? n of A യൂണിയൻ ബി. എ യൂണിയൻ ബിയിൽ മാക്സിമം എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും, മിനിമം എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. പറയടാ, മാക്സിമം എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ആലോചിച്ച് നോക്കൂ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലുള്ളതും എല്ലാം കൂടെ ഒരു സെറ്റിലാക്കിയിട്ട് എഴുതുക. ഇന്റർസെക്ഷൻ ഉണ്ടെങ്കിൽ അയാളെ ഒരു പ്രാവശ്യം മാത്രം എഴുതുക. അപ്പൊ എ യൂണിയൻ ബിയിൽ മാക്സിമം വരാൻ സാധ്യത, ഇവർക്ക് ആർക്കും ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ഇല്ലെങ്കിൽ എ യൂണിയൻ ബിയിൽ മാക്സിമം എത്ര വരും? 4ഉം 7ഉം കൂട്ടിയാൽ 11 നമ്പറുകളാണ് മാക്സിമം എ യൂണിയൻ ബിയിൽ ഉണ്ടാകാൻ സാധ്യത. ഇനി എ യൂണിയൻ ബിയിൽ മിനിമം ഉണ്ടാവാൻ സാധ്യത എത്രയാ? മിനിമം എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വരുമ്പോഴാണ് എ യൂണിയൻ ബിയുടെ എണ്ണം കുറയുക. അതായത് ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ഇവിടെയും 1 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ യൂണിയൻ എഴുതുമ്പോൾ അത് ഒന്നായിട്ട് എഴുതുള്ളൂ. അപ്പൊ ഇവിടെ മാക്സിമം ഇന്റർസെക്ഷൻ വരാൻ സാധ്യത 4 എണ്ണം. 4 എണ്ണല്ലേ ഇന്റർസെക്ഷൻ വരുള്ളൂ മാക്സിമം. അപ്പൊ ആ 4 എണ്ണത്തിനെയും കൂടെ ഇന്റർസെക്ഷൻ 4 എണ്ണേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിയൻ എഴുതുമ്പോൾ ആ 4 എണ്ണം 2 പ്രാവശ്യം വരില്ല, അതിനൊറ്റ പ്രാവശ്യം എഴുതുള്ളൂ. അപ്പൊ എത്രയാ വരിക? 1ഉം എയും ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റാ. അതിനെ സബ്സെറ്റിലേക്ക് അല്ലെങ്കിൽ യൂണിയനിലേക്ക് മാറ്റുമ്പോൾ 1 എന്ന് മാത്രമേ എഴുതുള്ളൂ. 2ഉം ബിയും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതായത് ഇന്റർസെക്റ്റിംഗിലുള്ള പോയിന്റാ. അപ്പൊ 2 എന്ന് മാത്രമേ എഴുതുള്ളൂ, ബി എഴുതണ്ട. 3യും സിയും ഇന്റർസെക്ഷനിലുള്ള പോയിന്റാ. അപ്പൊ 3 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇന്റർസെക്ഷൻ ഉള്ള പോയിന്റ് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. 4ഉം സിയും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇന്റർസെക്ഷനിൽ 4 മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ സി മാത്രം എഴുതിയാൽ മതി. രണ്ടും ഈക്വലാ. പിന്നെ ബാക്കിയുള്ളത് ആരാ? ഇ ഉണ്ട്, എഫ് ഉണ്ട്,
ജി ഉണ്ട്. അപ്പൊ എത്രയാ? 4 3 7. ഇത്രേ ഉള്ളൂ സാധനം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ 4 അംഗങ്ങളുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിൽ 7 അംഗങ്ങളും ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയിൽ മാക്സിമം വരാൻ സാധ്യത എത്രയാ? മാക്സിമം വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ഇല്ലെങ്കിൽ 4 3 11 അംഗങ്ങൾ മാക്സിമം വരാം. മിനിമം വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ മാക്സിമം 4 എണ്ണേ വരുള്ളൂ, കാരണം ഇവിടെ ചെറിയ എലമെന്റിൽ 4 എണ്ണേ ഉള്ളൂ. അപ്പൊ ആ 4 ഇന്റർസെക്ഷനും കൂടെ ഒരൊറ്റ എലമെന്റ് ആക്കി എഴുതിയാൽ ടോട്ടൽ 4 + 3 7 എലമെന്റുകളാണ് മിനിമം വരാൻ സാധ്യത. അപ്പൊ കുറഞ്ഞ വില 3ഉം കൂടിയ വില 7ഉമാണ്. സോറി, കുറഞ്ഞ വില എത്രയാണ്? 7ഉം കൂടിയ വില 11ഉം ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അത് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഞാൻ പറയാം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. n ഓഫ് എ ഈക്വൽ ടു m ആണെന്ന് വിചാരിക്കാം, n ഓഫ് ബി ഈക്വൽ ടു n ആണെന്ന് വിചാരിക്കാം. n ഓഫ് എ m ആണ്, n ഓഫ് ബി എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കുക. അതിൽ m വലുതും n ചെറുതും ആണെങ്കിൽ എ യൂണിയൻ ബിയിൽ മാക്സിമം ഉണ്ടാകുന്ന എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് m+n ആണ്. മിനിമം ഉണ്ടാകുന്ന എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൽ വലിയ ആള് m ആണ്. സിമ്പിൾ അല്ലേ? ഇതാലോചിച്ചു വെച്ചാൽ മതി. n ഓഫ് എ m-ഉം n ഓഫ് ബി n-ഉം ആണെന്ന് വിചാരിക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടുള്ള സാധനം എന്താന്ന് വെച്ചാൽ m n-നേക്കാൾ വലുതാ. എ യൂണിയൻ ബിയിൽ മാക്സിമം എത്ര ആളുകളുണ്ട്, മിനിമം എത്ര ആളുകളുണ്ട്? എ യൂണിയൻ ബിയിൽ മാക്സിമം വരാൻ സാധ്യത m+n എലമെന്റും മിനിമം വരാൻ സാധ്യത അതിൽ വലിയ ആളുകളാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചതാ, n ഓഫ് എ എന്ന് പറഞ്ഞാൽ 10 അംഗങ്ങളുണ്ട്, n ഓഫ് ബിയിൽ നിങ്ങൾക്ക് 5 അംഗങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ n ഓഫ് എ യൂണിയൻ ബിയിൽ മാക്സിമം എത്ര ഉണ്ടായിരിക്കും? 10 + 5 15 അംഗങ്ങൾ ഉണ്ടാകും. n ഓഫ് എ യൂണിയൻ ബിയിൽ മിനിമം എത്ര ആളുകൾ ഉണ്ടായിരിക്കും? അതിന് വലിയ ആൾ എടുത്ത് എഴുതിയാൽ മതിയടാ, 10. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ നോക്കാം. n ഓഫ് എ എന്ന് പറയുന്ന എലമെന്റുകളുടെ എണ്ണം 7 ആണെന്ന് വിചാരിക്കുക. n ഓഫ് ബിയുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. എ യൂണിയൻ ബിയിൽ മാക്സിമം ഉള്ള എലമെന്റുകളുടെ എണ്ണം 7 + 3 10. എ യൂണിയൻ ബിയിൽ മിനിമം ഉള്ള എലമെന്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിന് വലിയ ആൾ എഴുതണം, ആരാ? 7. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. n ഓഫ് എ 3 ആണ്, n ഓഫ് ബി 6 ആണ് എങ്കിൽ n ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും എഴുതുക. സിമ്പിളാ. എ എന്ന് പറയുന്നത് 3 എലമെന്റുകളുള്ള ആളാണ്, 1 2 3. ബി എന്ന് പറയുന്നത് 6 എലമെന്റുകളുള്ള ആളാണ്, എ ബി സി ഡി ഇ എഫ് ആണെന്ന് വിചാരിക്കും. 6 എലമെന്റുകളുണ്ട്. നമ്മളോട് ചോദിച്ചത് എ ഇന്റർസെക്ഷൻ ബിക്ക് ഏറ്റവും കുറഞ്ഞ വില. ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകൾ ആരും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എത്രയായിരിക്കും ഏറ്റവും കുറഞ്ഞ വില? 0 ആണ് മിനിമം വില വരിക. മിനിമം വില വരുന്നത് 0. മാക്സിമം വില വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ എത്ര ഇന്റർസെക്ഷൻ വരാം? മാക്സിമം പോയാൽ 3 ഇന്റർസെക്ഷനേ വരുള്ളൂ. അപ്പൊ മിനിമം 0ഉം മാക്സിമം 3ഉം ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതും 2016 HSA മാത്തമാറ്റിക്സിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ലോജിക് വെച്ച് ചെയ്താൽ മതി. ലോജിക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന സാധനമാണ് കേട്ടോ, അതിന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, എ കോമ ബി എന്നിവ 2 ഗണങ്ങളാണെങ്കിൽ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റിന്റെ വില എത്ര? ഇത് 2024 HSA മാത്തമാറ്റിക്സിന്റെ NCA ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റിന്റെ വില. അതിന് നമ്മൾ എ മൈനസ് ബിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി തന്നെ. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതിയാലും ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് എഴുതിയാലും സെയിം ആ. കാരണം ഇന്റർസെക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ലോ പാലിക്കുന്നുണ്ട്, ക്രമ നിയമം പാലിക്കുന്നുണ്ട്. ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ആണ്. Therefore ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആണ് വരിക. അത് എവിടെയാ വരുന്നത് നോക്കുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റാ, പണ്ട് +1 പഠിച്ചതാ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റാ, അതും അവിടെ പഠിച്ചതാ. നമുക്ക് കാണേണ്ടത് എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റാ. അതിനെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ. കോംപ്ലിമെന്റിന്റെ മുകളിൽ കോംപ്ലിമെന്റ് ഇട്ടാൽ രണ്ടും ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ആൻസർ എത്രയും കിട്ടുക? ബി തന്നെ കിട്ടുക. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? തിരിച്ച് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ബി മൈനസ് എ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോടാ? റെഡി അല്ലേ? പ്രശ്നമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് വൺ,
സംഖ്യാ സിദ്ധാന്തത്തിൽ ഡിമോർഗാൻസ് ലോ താഴെ പറയുന്നതിൽ ഏതാണ്? ഓർമ്മയുണ്ടോ ഡിമോർഗാൻസ് ലോ? എന്തായിരുന്നു ഡിമോർഗാൻസ് ലോ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതായിരുന്നു ഡിമോർഗാൻസ് ലോ. ഓക്കെ, കോംപ്ലിമെന്റിനെ പല ഭാഷയിൽ എഴുതാറുണ്ട്. എ കോംപ്ലിമെന്റ് എന്ന് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എ ഡാഷ് ഇട്ടാലും എ കോംപ്ലിമെന്റ്, എ ബാർ ഇട്ടാലും എ കോംപ്ലിമെന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഏതാ വരുന്നത് നോക്കാം. ഇവിടെ ബാറാ വരുന്നത്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതാണ് ഡിമോർഗാൻസ് ലോ വരുന്നത്. HSA മാത്സിന് ചോദിച്ചൊരു ചോദ്യം. താഴെ പറയുന്നവയിൽ ഡിമോർഗാൻസ് ലോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നുള്ളതാണ്. കുറച്ചും കൂടെ വൃത്തിയാക്കി എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതാം. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇങ്ങനെയും എന്ത് ചെയ്യാവുന്നതാണ്? കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ്, എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിന്റെയും യൂണിയൻ. ഇത് നമുക്ക് വെൻ ഡയഗ്രം യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നന്നാവുക. എ മൈനസ് ബിന്റെയും എ ഇന്റർസെക്ഷൻ ബിന്റെയും യൂണിയൻ ആരാന്നാ ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇയാളായിക്കോട്ടെ എ, ഇയാളായിക്കോട്ടെ ബി. ആരാ എ മൈനസ് ബി എന്ന് പറയുന്നത്? എ മൈനസ് ബി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇയാളാണ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള ആളുകളാണ് എ മൈനസ് ബി. അപ്പൊ ഇതാണ് എ മൈനസ് ബി. റെഡി. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആരാ? അത് വേറൊരു കളർ വെച്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്യാം. ഈ നടുവിലുള്ള എന്റെയും ബിന്റെയും കോമൺ ആയിട്ടുള്ള പോയിന്റ് അല്ലേ എ ഇന്റർസെക്ഷൻ ബി? അത് രണ്ടിന്റെയും കൂടെ യൂണിയൻ എടുത്താൽ ടോട്ടൽ കിട്ടുന്നത് ഈ സാധനം. ആ സാധനം എന്ന് പറഞ്ഞാൽ ആരാടാ? എ തന്നെയല്ലേ. Therefore ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ പറയാം. ഇയാളാണ് എ മൈനസ് ബി, എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. ഇയാളാണ് എ ഇന്റർസെക്ഷൻ ബി. എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിന്റെയും യൂണിയൻ എടുത്താൽ കിട്ടുന്ന ആൾ ആരാണ്? എ തന്നെയാണ്. Therefore ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്താണ്? ഇതൊക്കെ HSAക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ്, വീണ്ടും ഡിമോർഗാൻസ് ലോ. എന്താ എ യൂണിയൻ ബി കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അത് വരുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എ എന്നത് ഒരു സ്കൂളിൽ ഹോക്കി കളിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. ബി എന്നത് ക്രിക്കറ്റ് കളിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ആണെങ്കിൽ ഹോക്കി മാത്രം കളിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് എത്രയാണ്? ഇതെനിക്ക് ഒന്ന് HSA മാത്തമാറ്റിക്സിന്റെ തമിഴ് മീഡിയം എക്സാമിനേഷന് വന്നിട്ടുള്ള ചോദ്യം. അതിൽ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം മലയാളീകരിച്ചാട്ടോ. എ എന്നത് ഒരു സ്കൂളിൽ ഹോക്കി കളിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാ. അപ്പൊ എ എന്ന് പറയുന്നത് ഹോക്കി കളിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാ എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ആ സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ബി എന്ന് പറയുന്നത് കേട്ടോ. ക്രിക്കറ്റ് കളിക്കുന്ന വിദ്യാർത്ഥികളാണ്. അങ്ങനെയാണെങ്കിൽ ഹോക്കി മാത്രം കളിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് എത്ര? ഹോക്കി മാത്രം കളിക്കുക എന്ന് പറഞ്ഞാൽ ഹോക്കി കളിക്കണം, എന്ത് കളിക്കരുത്? ക്രിക്കറ്റ് കളിക്കരുത്. അപ്പൊ ഹോക്കി മാത്രം കളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ഇങ്ങനെയാണ്. അയാൾ ഹോക്കി കളിക്കണം പ്ലസ് എന്ത് കളിക്കരുത്? ക്രിക്കറ്റ് കളിക്കരുത്. ഹോക്കി കളിക്കണം, ക്രിക്കറ്റ് എന്ത് ചെയ്യരുത്? കളിക്കരുത്. ഹോക്കി കളിക്കണം എന്ന് പറഞ്ഞാൽ എയിലുള്ള ആളാകണം. ക്രിക്കറ്റ് കളിക്കരുത് എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റിലുള്ള ആളാകണം. അതായത് എന്റെയും ബി കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണ്. അത് ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നും കൂടെ പറയാം. എ എന്നത് ഒരു സ്കൂളിൽ ഹോക്കി കളിക്കുന്ന കുട്ടികളുടെ കൂട്ടം. ബി എന്നത് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ കൂട്ടം. അങ്ങനെയാണെങ്കിൽ ഹോക്കി മാത്രം കളിക്കുന്ന കുട്ടികളുടെ കൂട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ടും അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാ വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുക? രണ്ട് സെറ്റുകൾ ഞാൻ ഇവിടെ എടുത്തെന്ന് വിചാരിക്കടാ. എ ഉണ്ട്, ബി ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് ഹോക്കി കളിക്കുന്ന കുട്ടികളുടെ കൂട്ടട്ടോ. എ എന്ന് പറയുന്നത് ഹോക്കി. ബി എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കുന്നവരുടെ. നമ്മളോട് പറഞ്ഞത് ഹോക്കി മാത്രം കളിക്കണം. ഹോക്കി മാത്രം കളിക്കുക എന്ന് പറഞ്ഞാൽ ബിന്റെ ഈ റീജിയൻ മാത്രം. ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ ആരാടാ? ബി മൈനസ് എ ആണ്. Therefore അല്ലേ, ഹോക്കി മാത്രം കളിക്കുക, ക്രിക്കറ്റ് അല്ലല്ലോ, സോറിടാ, ഹോക്കി മാത്രം അല്ലെ. ഹോക്കി മാത്രം കളിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ എ മാത്രം ആകണം, ബി ഉണ്ടാവരുത്. അപ്പൊ ഇയാളാണ് വരിക. ഇയാൾ ആരാണ്? എ മൈനസ് ബി. അപ്പൊ കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് HSA മാത്തമാറ്റിക്സിന് എന്തിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള HSA മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇതാ. അപ്പൊ ഈ ലെവലിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നടക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? താങ്ക് യു.